ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൻ്റെ ബേസിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ബുക്ക് വാല്യൂ, ഒറിജിനൽ കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബുക്ക് വാല്യൂ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. FUI India was set up by the government of India. ഇതാണ് FU India കേട്ടോ. അത് സെറ്റപ്പ് ചെയ്തത് എന്നാണ്? ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ കേട്ടോ. ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ. അപ്പോൾ അത് വന്നത് ഏത് വർഷമാണ്? ഓർത്തോണെ 2004 വന്നത്. ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ വന്നത് 2004 കേട്ടോ. 2004 ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. The balance of no-frill account. The balance of no-frill account must not exceed. No-frill account അല്ലേ, മിനിമം ബാലൻസ് ഒക്കെ ഒരു ചെയ്യാത്ത അക്കൗണ്ടുകളാണ് നമ്മൾ no-frill അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. പിന്നീട് അത് എന്തായി? 2005 വന്നു. പിന്നീട് അത് എന്തായിട്ട് മാറി? ഇപ്പോൾ BSBD ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ചോദ്യം? ഈ ഒരു no-frill അക്കൗണ്ടിൽ എത്ര രൂപയിൽ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. 20,000, 25,000, 30,000, 50,000. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 50,000 രൂപയിൽ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ. A cooperative bank may issue unsecured debentures or bonds with the initial or original maturity not less than unsecured ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് അൺസെക്യൂർഡ് ഡിബഞ്ചറോ ബോണ്ടോ ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു പീരീഡ് എത്രയാണ്? യൂഷ്വലി അത് എത്ര വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? 2 ആണോ, 3 ആണോ, 5 ആണോ, 7 ആണോ, അതോ 10 ഇയേഴ്സിലത്തേക്കാണോ? അറിയാവോ? എത്ര വർഷത്തേക്കാണ്? 10 വർഷത്തേക്കാണ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സോ ബോണ്ട്സുകൾ യൂഷ്വലി ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. എത്രയാണ്? 10 ഇയേഴ്സിലത്തേക്കാണ് കേട്ടോ. Which one of the following is a retail banking product? താഴെ പറയുന്നതിൽ നമുക്ക് റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്റ്റുകൾ ഒന്ന് തിരഞ്ഞെടുക്കണം. റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്റ്റ്, നമ്മൾ റീറ്റെയിൽ ബാങ്കിങ്ങിന് നമ്മൾ എന്തൊക്കെ വിളിക്കും? കൺസ്യൂമർ ബാങ്കിങ്, പേഴ്സണൽ ബാങ്കിങ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? റീറ്റെയിൽ ബാങ്കിങ്ങിനെയാണ് അല്ലേ. റീറ്റെയിൽ ബാങ്കിങ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ എടുക്കുന്ന പേഴ്സണൽ ലോണുകളെല്ലാം, കാർ ലോണ്, ഹോം ലോണുകളെല്ലാം നമുക്ക് എന്താണ്? ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ഈ റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്റ്റിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതും അതിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. കോർപ്പറേറ്റ് ടേം ലോണുകൾ, വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്, എക്സ്പോർട്ട് ക്രെഡിറ്റ്, ഹോം ലോണ്. എളുപ്പമല്ലേ? നമ്മൾ പറഞ്ഞു പേഴ്സണൽ ലോൺ, ഹോം ലോണ്, കാർ ലോണ്, ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം നമുക്ക് എന്താണ്? റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ കൺസ്യൂമർ ബാങ്കിങ്ങിലെന്നോ പേഴ്സണൽ ബാങ്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റമാണെന്നോ പറയാം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഹോം ലോണാണ് ഇവിടുത്തെ റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്റ്റുകൾ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്റ്റുകൾ, അവരുടെ സർവീസുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പലതവണ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, which one of the following is a absolutely necessary for a special crossing? അപ്പം നമുക്ക് ക്രോസിങ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്രോസിങ്, ജനറൽ ക്രോസിംഗ് ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട്, നോൺ നെഗോഷ്യബിൾ ക്രോസിംഗ് ഉണ്ട് അല്ലേ, ഡബിൾ ക്രോസിംഗ് ഉണ്ട്, അക്കൗണ്ട് പേയി ക്രോസിംഗ് ഉണ്ട്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ക്രോസിംഗ് എന്താണ്? അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ്. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? നമുക്ക് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ചെക്ക് നമുക്ക് കിട്ടി, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതൊരു ജനറൽ ക്രോസിംഗ് ആണോ സ്പെഷ്യൽ ക്രോസിംഗ് ആണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, ആ ഒരു ചെക്കിൽ ബാങ്കറിൻ്റെ പേരുണ്ടെങ്കിൽ, ആ ഒരു ചെക്കിൽ ബാങ്കറിൻ്റെ പേരുണ്ടെങ്കിൽ, അതിപ്പോൾ SBI ആയിക്കോട്ടെ, കാനറ ബാങ്ക് ആയിക്കോട്ടെ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിക്കോട്ടെ, ബാങ്കിൻ്റെ പേരുണ്ടെങ്കിൽ എന്താണ്? അതെന്ത് ക്രോസിംഗ് ആണ്? സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. ഇപ്പം ജസ്റ്റ് 2 ട്രാൻസ്ഫേഴ്സ് പാരലൽ ലൈൻ മാത്രമേ ഇട്ടു, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കമ്പനി എന്നോ സംതിങ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്തില്ല, ഒരു ബാങ്കിൻ്റെ പേരില്ല എങ്കിൽ അത്തരത്തിലുള്ള ക്രോസിംഗ് എന്താണ്?
ജനറൽ ക്രോസിംഗ് ആണ്. ഓക്കെ, ഈ ജനറൽ ക്രോസിങ്ങിൽ തന്നെ ഇതേ 2 ലൈൻ ഇട്ടു, ദെൻ ആൻഡ് കമ്പനി എന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതേ SBI എന്നും കൂടെ എഴുതിയിട്ടുണ്ടെന്ന് കരുതുക. ഈ ജനറൽ ക്രോസിംഗ് എന്തായി? സ്പെഷ്യൽ ക്രോസിംഗ് ആയി കേട്ടോ. ജനറൽ ക്രോസിംഗ് എന്താവും? സ്പെഷ്യൽ ക്രോസിംഗ് ആവും. ക്ലിയർ? അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ എ സ്പെഷ്യൽ ക്രോസിംഗ്? എന്താണ്? 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഉണ്ട്. നമ്മൾ പറയാൻ പറ്റുമോ അത് സ്പെഷ്യൽ ആണെന്ന്? ഇല്ല. ദ വേർഡ് കമ്പനി ആൻഡ് കമ്പനി ഉണ്ട്, പറയാൻ പറ്റുമോ? ഇല്ല. നോൺ നെഗോഷ്യബിൾ എന്ന് എഴുതിയിട്ടുണ്ട്, അതും എഴുതാം. ഇതിന് അതും എഴുതാം. വേർഡ്സ് നോട്ട് എന്താണ്? നോട്ട് നെഗോഷ്യബിൾ എന്നും കൊടുത്തിട്ടുണ്ട്. പറയാൻ പറ്റുമോ അത് ജനറൽ സ്പെഷ്യൽ ക്രോസിംഗ് ആണെന്ന്? ഇല്ല. എന്ത് വേണം? ബാങ്കറിൻ്റെ പേര് വേണം. എന്തുണ്ടെങ്കിലും ആരും കൂടെ വേണം, ബാങ്കറിൻ്റെ പേരും കൂടെ ഉണ്ടെങ്കിലേ അതെന്താകത്തുള്ളൂ? സ്പെഷ്യൽ ക്രോസിംഗ് ആകത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. Which one of the following had set up the core banking infrastructure for rural banks? നമ്മൾ ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ് അല്ലേ. ഏതാണ് കോർ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ റൂറൽ ബാങ്ക്സിന്? ആരാണ്? നബാർഡാണ് അല്ലേ. നബാർഡാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. The mutual funds in India are regulated by. മ്യൂച്വൽ ഫണ്ട്സ് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? RBI ആണോ? SIDBI ആണോ? FRBI ആണോ? ആരാണ്? ഓപ്ഷൻ ബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലേ. സെബി ആണ് മ്യൂച്വൽ ഫണ്ട്സുകൾ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സെബി ആണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. The rate below at which no bank can lend to its borrowers. ഇതിനും ആ ഒരു പർട്ടിക്കുലർ റേറ്റിനും താഴെ ഒരു ബാങ്കിനും ലെൻഡ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഇസ് എ ബേസിക് റേറ്റ് അല്ലേ, ഏറ്റവും ബേസിക് റേറ്റ്. ആ വേർഡിൽ തന്നെ നമ്മുടെ ആൻസർ ഉണ്ട്. ബേസ് റേറ്റ്. എന്താണ്? ബേസ് റേറ്റ് അല്ലേ. ആ ഒരു പർട്ടിക്കുലർ എന്താണ് റേറ്റിന് താഴെ ഒരു ബാങ്കിനും ലെൻഡ് ചെയ്യാൻ പാടില്ല. ഏറ്റവും എന്താണ് ബേസിക് ആയിട്ടുള്ളതാണ്. ദ റേറ്റ് ബിലോ അറ്റ് വിച്ച് നോ ബാങ്ക് ക്യാൻ ലെൻഡ് ടു ഇറ്റ്സ് ബോറോവേഴ്സ് ഈസ് കാൾഡ് ബേസ് റേറ്റ്. അതിനും താഴെ പോകാൻ പാടില്ല കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, ബേസ് റേറ്റ്. To boost public sector investment in agricultural and rural infrastructure, RIDF was set up by NABARD. അപ്പം റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? നബാർഡാണ് അല്ലേ. അപ്പം നബാർഡാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഏത് വർഷത്തിലാണ് അത് വന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ ഏത് വർഷമാണ്? ഇൻ ബിറ്റ്വീൻ 81, 82 ആണോ? അപ്പം നമുക്കറിയാം നബാർഡ് വന്നതിന് ശേഷമാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം നബാർഡ് വന്നത് ആ വർഷം എന്തല്ല. അപ്പം നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ 82, 83 അത് നമുക്ക് നോക്കാം അല്ലേ. 82, 83 അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് ഇതാണല്ലേ, ഏതാണ്? 95, 96 കേട്ടോ. ഓപ്ഷൻ സി. 1995, 96 ടൈമിലാണ് RIDF എന്ത് ചെയ്തത്? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് നബാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1995, 1996 ഓക്കെ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. Which of the following is known as bankers check? നമ്മൾ ബാങ്കേഴ്സ് ചെക്ക് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ക്രെഡിറ്റ് കാർഡിനെയാണോ, ഡെബിറ്റ് കാർഡിനെയാണോ, ബാങ്കേഴ്സ് ഡ്രാഫ്റ്റിനെയാണോ നമ്മൾ ബാങ്കേഴ്സ് ചെക്ക് എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബാങ്കേഴ്സ് ഡ്രാഫ്റ്റിനെയാണ് നമ്മൾ ബാങ്കേഴ്സ് ചെക്ക് എന്ന് വിളിക്കുന്നത്. എന്തിനെയാണ്? ബാങ്കേഴ്സ് ഡ്രാഫ്റ്റിനെയാണ് നമ്മൾ ബാങ്കേഴ്സ് ചെക്ക് എന്ന് വിളിക്കുന്നത്. അടുത്ത് നോക്കാം. Deficiency in loan documentation is an example of which type risk? Deficiency in loan documentation. അപ്പോൾ നമ്മൾ റിസ്ക് പല ടൈപ്പ് റിസ്ക് ഉണ്ട്. ഓപ്പറേഷണൽ ഉണ്ട്, മാർക്കറ്റ്, ലിക്വിഡിറ്റി റിസ്ക്, അങ്ങനെ പല ടൈപ്പ് റിസ്കുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെഫിഷ്യൻസി ഇൻ ലോൺ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരുടെ ഓപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസ്ക് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം എന്ത് തന്നെയാണ് അത്?
ഓപ്പറേഷണൽ റിസ്ക് ആണ്, ഡെയിലി റൊട്ടീൻ ആക്ടിവിറ്റീസുകളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം എന്താണ് ലോൺ ഡോക്യുമെൻറ്റേഷനിലുള്ള ഡെഫിഷ്യൻസി അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷണൽ റിസ്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കൊളാറ്ററൽ സെക്യൂരിറ്റി, നമ്മൾ പറയും കൊളാറ്ററൽ സെക്യൂരിറ്റിയുടെ ബേസിലാണ് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ടല്ലേ. ദെൻ എന്താണ് ഈ കൊളാറ്ററൽ സെക്യൂരിറ്റി? ഓക്കെ, ഓപ്ഷൻ നോക്കാം. ഗുഡ്സ് സെക്യൂരിറ്റി പ്ലെഡ്ജ്ഡ് ഓർ ഹൈപ്പോത്തിക്കേറ്റഡ്, ഗുഡ്സ് പ്ലെഡ്ജ്ഡ് അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേറ്റഡ്. അഡ്വാൻസ് അഗെയിൻസ്റ്റ് സപ്ലൈ ബിൽസ്, സപ്ലൈ ബിൽസ് അഡ്വാൻസ് ആണോ? അഡ്വാൻസ് അഗെയിൻസ്റ്റ് റോ മെറ്റീരിയൽസ്. ദെൻ എന്താണ് അഡീഷണൽ സെക്യൂരിറ്റി ഗിവൺ ബൈ ദ ബോറോവേഴ്സ് ഓവർ എബോവ് ദ അസറ്റ് ഓൺ വിച്ച് ലോൺ ഈസ് ഗിവൺ. ഏതാണ് നമുക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്? അതെ, അഡീഷണൽ സെക്യൂരിറ്റി അല്ലേ. നമ്മളിപ്പോൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ബോറോവർ ബാങ്കിന് കൊടുക്കുന്ന ഒരു അഡീഷണൽ സെക്യൂരിറ്റിയാണ് നമ്മൾ എന്ത് ടേം ചെയ്യുന്നത്, കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ടേം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു ബി സർട്ടിഫൈഡ് ബൈ. ഇപ്പം നമ്മൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഫിനാൻഷ്യൽ ഇയറിലെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റർ അതുപോലെ തന്നെ ഇൻസ്പെക്ടേഴ്സും എന്ത് ചെയ്യാറുണ്ട്, സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്താറുണ്ട്. അപ്പോൾ ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നമ്മൾ നടത്തി അതിൻ്റെ എന്ത് ചെയ്യുക, റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് സർട്ടിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അതിൽ സർട്ടിഫൈ ചെയ്യേണ്ടത്? പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഡയറക്ടേഴ്സും സർട്ടിഫൈ ചെയ്യണോ? ഓഡിറ്റ് കമ്മിറ്റി ആണോ അത് സർട്ടിഫൈ ചെയ്യേണ്ടത്? ഡയറക്ടേഴ്സ് ആണോ സർട്ടിഫൈ ചെയ്യേണ്ടത്? പിന്നെ ഇനി ഈ പറയുന്ന ആരും അത് സർട്ടിഫൈ ചെയ്യണ്ടേ? നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അത് എഴുതി സൂക്ഷിച്ചാൽ മതിയോ? എന്താണ് അതിൻ്റെ ആൻസർ? ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? പ്രസിഡൻറ്റും സെക്രട്ടറിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അറ്റ്ലീസ്റ്റ് 2 കമ്മിറ്റി മെമ്പേഴ്സും എന്ത് ചെയ്തിരിക്കണം, അതിനകത്ത് സൈൻ ചെയ്തിരിക്കണം കേട്ടോ. ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ ആരൊക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ആരൊക്കെ സൈൻ ചെയ്തിരിക്കണം? പ്രസിഡൻറ്റ്, സെക്രട്ടറി, പിന്നെ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ്, 2 കമ്മിറ്റി മെമ്പേഴ്സ് എന്ത് ചെയ്തിരിക്കണം, അതിൽ സൈൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, അത് ഓതറൈസ് ചെയ്തു അല്ലെങ്കിൽ അത് അപ്രൂവ് ആയി എന്ന് പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. അത് സർട്ടിഫൈ ചെയ്തു എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി സർട്ടിഫൈഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇത് ഏത് കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലോ. It is through audit alone that an effective control can be exercised over the movement. Specify committee which stated this. ഏത് കമ്മിറ്റിയാണിത് പറഞ്ഞത്? ഇറ്റ് ഈസ് ത്രൂ ഓഡിറ്റ് അലോൺ ദാറ്റ് ക്യാൻ എഫക്റ്റീവ് കൺട്രോൾ ക്യാൻ ബി എക്സസൈസ്ഡ് ഓവർ ദ മൂവ്മെൻറ്റ്. ഓഡിറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ആരാണ് പറഞ്ഞതെന്നറിയാവോ? സർവേ ആണോ, മാഗ്ലഗൺ ആണോ, സരൈ ആണോ, മിർധ കമ്മിറ്റിയാണോ? മാഗ്ലഗണിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. 1914-15 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റിയാണ് മാഗ്ലഗൺ കമ്മിറ്റി അല്ലേ. അപ്പോൾ സോ മാഗ്ലഗൺ കമ്മിറ്റിയാണ് ഓഡിറ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇറ്റ് ഈസ് ദ ഓഡിറ്റ് അലോൺ ദാറ്റ് ക്യാൻ എഫക്റ്റീവ് കൺട്രോൾ ക്യാൻ ബി എക്സസൈസ്ഡ് ഓവർ ദ മൂവ്മെൻറ്റ് സെറ്റ് ബൈ മാഗ്ലഗൺ കമ്മിറ്റി ഓർ സ്റ്റേറ്റഡ് ബൈ മാഗ്ലഗൺ കമ്മിറ്റി. The Kerala Cooperative Audit Manual was published in the year. ഓഡിറ്റ് മാനുവൽ എന്ത് ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ഓഡിറ്റ് മാനുവൽ പബ്ലിഷ് ചെയ്തത് ഏത് വർഷം എന്നുള്ളതാണ്. 83 ആണോ, 90 ആണോ, 1969 ആണോ, 2001 ആണോ? നോക്കിക്കേ, മറക്കരുത്. 1983 ഓഡിറ്റ് മാനുവൽ ആദ്യമായി പബ്ലിഷ് ചെയ്തത് കേട്ടോ. 1983 ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. The depreciation of computer is charged at a dash in a cooperative society. Depreciation എന്താണ്? ഡിപ്രീസിയേഷൻ നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യേണ്ടത്, ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
10% ആണോ 20% ആണോ 5% ആണോ? എത്ര ശതമാനമാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? അല്ല അല്ലേ? ഈ പറയുന്നതിൽ ഏതെങ്കിലും ഡിപ്രീസിയേഷൻ്റെ ഇതുണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? നൺ ഓഫ് ദീസ് ആണ്. നമുക്ക് 33% അങ്ങനെ കമ്പ്യൂട്ടറിന് ഇത്ര പെർസെൻറ്റേജ് അങ്ങനെ ഉണ്ട് അല്ലേ? കമ്പ്യൂട്ടറിന് എത്ര പെർസെൻറ്റേജ് ആണ്, അതുപോലെ ഫർണിച്ചറിന് എത്ര പെർസെൻറ്റേജ് ആണ്, അത്തരത്തിൽ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്? തരം തിരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ കമ്പ്യൂട്ടറിന് എത്ര പെർസെൻറ്റേജാണ് പറയുന്നത്? നമ്മൾ ഇയർ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 33% ആണ് എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത് അല്ലേ? 33%. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താ? നൺ ഓഫ് ദീസ് ആണ് അല്ലേ? നമുക്കിവിടെ ഒന്നും പറയാൻ സാധിക്കില്ല. നൺ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ഓഡിറ്റിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി എൻട്രസ്റ്റഡ് ടു ആൻ ഏജൻസി ഇൻഡിപെൻഡൻറ്റ് ഓഫ് രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. Audit of a cooperative institution should be entrusted to an agency independent register of cooperative societies. അതായത് ഓഡിറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി ഡൺ ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്കതിൽ മോൾ പ്രാക്ടീസ് എന്നല്ല, പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റ് ചെയ്തൊരു ഗുഡ് റിസൾട്ട് എത്താൻ പറ്റില്ല. നമുക്ക് സ്വാധീനിക്കാമല്ലോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമുക്ക് എന്ത് ചെയ്യാം? സ്വാധീനിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കേസുകളുടെ ചാൻസ് നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് ഓഫ് രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് എന്താണ് സ്റ്റേറ്റ് ചെയ്ത് ആരാണ്? മാഗ്ലഗൺ ആണോ? കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ ആണോ? ഗോർവാലയാണോ? മിർധ കമ്മിറ്റിയാണോ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ഓർത്തിരിക്കുക. മിർധ കമ്മിറ്റിയാണ്. മിർധ കമ്മിറ്റി എന്നാണ് പറഞ്ഞത്? ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി എൻട്രസ്റ്റഡ് ടു ആൻ ഏജൻസി ഇൻഡിപെൻഡൻറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ. ദെൻ എ റൈസിങ് ഇൻ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ത് ചെയ്യുവാണ്? കൂടുവാണ് അല്ലേ? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുന്നു, ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻക്രീസ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഡിക്ലൈൻ എഫിഷ്യൻസി ആണോ? ഇൻക്രീസിങ് എഫിഷ്യൻസി ആണോ? എന്താണ് ഡിക്ലൈൻ എഫിഷ്യൻസി? നമുക്ക് എക്സ്പെൻസുകൾ കൂടുതലാണ്, ഡിക്ലൈൻ എഫിഷ്യൻസി. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ കേട്ടോ. ഡിക്ലൈൻ എഫിഷ്യൻസി. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. സെക്ഷൻ 76 ഓഫ് ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എംപവർ. സെക്ഷൻ 76 എന്താണ്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം 126 സെക്ഷൻസ് ഉണ്ട്. അതിൽ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ഏതാണ്? 76. സെക്ഷൻ 76ൽ എന്താണ് പറയുന്നത്? റീഡിംഗ് ഓഫ് ഓഡിറ്റിംഗ് ആണോ? റൈറ്റ് ഓഫ് ഓർഡർ ഓഫ് അറ്റൻഡിങ് ജനറൽ മീറ്റിംഗ് ആണോ? സ്പെഷ്യൽ ഓഡിറ്റ് ബൈ ഗവൺമെൻറ് ആണോ? ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. റൈറ്റ് ഓഫ് ഓർഡർ ഓഫ് അറ്റൻഡ് ജനറൽ മീറ്റിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. The maximum amount that can be credited to members relief fund by way of profit appropriation. Member relief fund എന്ന് പറയുന്നത് 56 പ്രകാരം, സെക്ഷൻ 56 പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു റിസർവ് ആണ് അല്ലേ? അപ്പോൾ അത് മാക്സിമം എത്ര എമൗണ്ട് ആണ്? 60 ആണോ? 25,000 ആണോ? 50,000 ആണോ? അതോ 1,00,000 ആണോ? എത്രയാണ് മാക്സിമം? മാക്സിമം എത്രയാണ്? 1,00,000 ആണ് കേട്ടോ. മെമ്പർ റിലീഫ് ഫണ്ട് മാക്സിമം എമൗണ്ട് എത്രയാണ്? 1 lakh ആണ് കേട്ടോ. 1 lakh rupees ആണേ. So thank you so much for watching.